ഹലോ, വെൽക്കം ടു ആൻവി സാൻഡി ചാനൽ. സ്വാഗതം. ഇന്ന് വസന്തകാലത്തിന് അനുയോജ്യമായ നാരങ്ങ സ്പോഞ്ചിൻ്റെ ഒരു പുതിയ പാചകക്കുറിപ്പ് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആവേശത്തിലാണ്. ഈ മധുരപലഹാരം ലഘുവും മിനുസമാർന്നതും സിട്രസ് രുചി നിറഞ്ഞതുമാണ്. നിങ്ങളുടെ ദിവസം തിളക്കമുള്ളതാക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഉന്മേഷദായകമായ മധുര പലഹാരമാണിത്. നമുക്ക് ബേക്കിംഗ് നടത്തി ഈ രുചികരമായ നാരങ്ങ സ്പോഞ്ച് ഒരുമിച്ച് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരിക്കലും നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു മധുര പലഹാരമാണിതെന്ന്. ഉന്മേഷദായകമായ നാരങ്ങ സ്പോഞ്ച് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി. നിങ്ങളുടെ രുചിമുകുളങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഉറപ്പുള്ള മധുരവും എരിവുമുള്ളതുമായ ഒരു വിഭവം കഴിക്കാൻ തയ്യാറാകുക. നമുക്ക് പാചകം ചെയ്യാം. നാരങ്ങ സ്പോഞ്ചിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം, 1.5 ടീസ്പൂൺ ജലാറ്റിൻ, 1 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ നാരങ്ങ നീര്, 3 കപ്പ് വെള്ളം. ആദ്യ വിരലിനുണ്ടാവുന്ന മാത്രം സാധനങ്ങൾ കൊണ്ട് നല്ല മധുരമായ ഒരു പലഹാരമാണ് സ്പോഞ്ച്, ലെമൺ സ്പോഞ്ച്. ലെമൺ, ഷുഗർ, ജലാറ്റിൻ ആൻഡ് ക്രീം, ഇത്രമാത്രം ഐറ്റങ്ങൾ മാത്രമേ വേണ്ടൂ. എന്നാൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇത് ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. 4 പേർക്ക് കഴിക്കാനുള്ള നാരങ്ങ സ്പോഞ്ചാണിത്. 1. തണുത്ത വെള്ളത്തിൽ ജലാറ്റിൻ കലർത്തുക, അത് മൃദുവാക്കാൻ അനുവദിക്കുക. 2. ഒരു പാത്രത്തിൽ കാസ്റ്റർ, പഞ്ചസാര, നാരങ്ങ നീര് എന്നിവ ചേർക്കുക. 3. തിളക്കുന്ന വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. 4. മൃദുവായ ജലാറ്റിൻ ചേർത്ത് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കുക. 5. ഈ മിശ്രിതം ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കുക. 6. ഓരോ കപ്പ് അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഈ മിശ്രിതം ഒഴിക്കുക. 7. സെറ്റ് ചെയ്യുന്നത് വരെ തണുപ്പിക്കുക. നിങ്ങൾക്ക് കാസ്റ്റർ പഞ്ചസാര ആവശ്യമായി വന്നേക്കുമല്ലോ. അതിനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ്. വേഗത്തിൽ തുല്യമായി ലയിക്കുന്ന നേർത്ത ഗ്രാനുലേറ്റഡ് പഞ്ചസാരയാണ് കാസ്റ്റർ പഞ്ചസാര. ഘടനയും രൂപവും പ്രധാനമായ ലെമൺ സ്പോഞ്ച് പോലുള്ള അതിലോലമായ വിഭവങ്ങൾക്ക് ഈ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. ഈർപ്പമുള്ളതും മിനുസമാർന്നതും സിട്രസ് രുചിയുള്ളതുമായ ഈ ക്ലാസിക് മധുര പലഹാരം തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.